ഹായ് ഫ്രണ്ട്സ്, സച്ചി രേവതിയുടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രമതിയുടെ കയ്യിൽ രേവതി ഊരിക്കൊടുത്ത സ്വർണ്ണാഭരണങ്ങൾ സച്ചിയും രേവതിയും തിരികെ ചോദിക്കുകയാണ്. പക്ഷെ അതെല്ലാം സുധിക്കായിട്ട് ചന്ദ്രമതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മറച്ചു വെച്ച് ചന്ദ്രമതി സച്ചിയുടെ കയ്യിൽ മുക്കുപണ്ടമാണ് കേട്ടോ കൊടുക്കുന്നത്. സ്വർണ്ണക്കടയിൽ വെച്ചിട്ടാണ് സച്ചി പിന്നീട് ഈ വിവരം അറിയുന്നത്. അപ്പോൾ ആ ഒരു തകർപ്പൻ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ റിവ്യൂവിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സുധിക്ക് ഒരു ആവശ്യം വരുമ്പോൾ ചന്ദ്രമതി ആ ആഭരണങ്ങൾ എടുത്ത് കൊടുക്കുന്നുണ്ട്. സുധിയാണെങ്കിൽ നീലിമ തിരികെ തന്ന് 50 ലക്ഷം രൂപ കൊണ്ട് ഒരു ഹോം അപ്ലയൻസസ് ഒക്കെ തുടങ്ങുന്നുണ്ട്. അങ്ങനെ അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു തട്ടിപ്പിലൊക്കെ സുധി അകപ്പെടുന്നത്. കുറച്ച് സാധനങ്ങളൊക്കെ സുധിയുടെ കടയിൽ നിന്നും വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. ഏകദേശം ഒരു 5 ലക്ഷം രൂപയുടെ സാധനങ്ങളൊക്കെ അവർ മേടിച്ചു കൊണ്ട് പോവുകയും പിന്നീട് അവർ തന്നെ ഇൻകം ടാക്സ് ഓഫീസറാണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ടീം തന്നെ സുധിയുടെ കയ്യിൽ നിന്നും 5 ലക്ഷം രൂപയൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. 5 ലക്ഷത്തിൽ 1 ലക്ഷം സുധിയുടെ ലാഭമാണ്. ബാക്കി 4 ലക്ഷവും ഡീലേഴ്സിന് കൊടുക്കേണ്ടതാണ് പ്രൊഡക്റ്റിൻ്റെ ചാർജായിട്ട്. അങ്ങനെ അതെല്ലാം നഷ്ടപ്പെട്ട് ആകെക്കൂടെ വിഷമിച്ച് നിൽക്കുമ്പോഴായിരിക്കും പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് സുധി. 5 ലക്ഷം രൂപയുടെ സാധനങ്ങളെ വിറ്റുപോയപ്പോഴേ ശ്രുതിയോട് ഈ വിവരം വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു സുധി. പക്ഷെ അതൊരു ചതിയായിരുന്നെന്നും താനിപ്പോൾ പറ്റിക്കപ്പെട്ടിരിക്കുകയാണെന്നുള്ള ഒരു കാര്യം സുധിക്ക് ശ്രുതിയെ അറിയിക്കാൻ പേടിയാണ്. ശ്രുതിയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ അത് തൻ്റെ ഇമേജിനെ ബാധിക്കുമെന്ന് മനസ്സിലാക്കുന്ന ശ്രുതി വേഗം തന്നെ ചന്ദ്രമതിയുടെ അടുത്താണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം വള്ളി തെറ്റാതെ ചന്ദ്രമതിയോട് ശ്രുതി പറയുന്നു. ഇത് കേൾക്കുന്നതും ചന്ദ്രമതിയോ ആകെ ഷോക്കാകുന്നുണ്ട്. ഇത്രയൊക്കെ ഡിഗ്രിയും വിദ്യാഭ്യാസവും ഉണ്ടായിട്ട് ഇതുപോലെ ഒരു തട്ടിപ്പിൽ നീ ചെന്ന് വീണല്ലോ ശ്രുതി. സച്ചി പറയുന്നതെല്ലാം ശരിയാ, നിനക്ക് കുറേ ഡിഗ്രികളുണ്ടെന്നേ ഉള്ളൂ, 10 പൈസയുടെ വിവരം പോലും ഇല്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി സുധിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. സുധി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അമ്മ കൂടി എന്നെ കൈവിടല്ലേ, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു 5 ലക്ഷം രൂപ കിട്ടിയേ പറ്റൂ, എനിക്ക് എങ്ങനെയെങ്കിലും അമ്മ അത് തരണം. എന്നാൽ ചന്ദ്രമതിക്ക് ഇത് കേട്ട് ദേഷ്യം വരുന്നുണ്ട്. നീ എൻ്റെ വായിലിരിക്കുന്ന വല്ലതും കേൾക്കും. നീ എന്താ വിചാരിച്ചിരിക്കുന്നത്, എൻ്റെ കയ്യിൽ പൂത്ത പണം ഇരിക്കുകയാണെന്നോ? അമ്മയുടെ ഈ ഉള്ള ആഭരണങ്ങളെങ്കിലും എനിക്ക് ഒരു തരാൻ സുധി ആവശ്യപ്പെടുമ്പോൾ, എടാ ഇതൊക്കെ നിന്റെ അച്ഛനെ ഈ ഇടയ്ക്കാണ് എനിക്ക് എടുത്തു തന്നത്, ഇനി ഇത് വിൽക്കാനൊന്നും പറ്റില്ല. മാത്രമല്ല എൻ്റെ കഴുത്തിലും കൈകളിലും ഒന്നും ആഭരണങ്ങളില്ലെങ്കിൽ നിന്റെ അച്ഛൻ എവിടെ പോയെന്ന് ചോദിക്കില്ലേ, അതുകൊണ്ട് എനിക്ക് പേടിയാ. ഇങ്ങനെയും പറഞ്ഞ് ചന്ദ്രമതി കൈയൊഴിയുമ്പോൾ സുധി വീണ്ടും കരഞ്ഞുകൊണ്ട് യാചിക്കുകയാണ്. അങ്ങനെ പറയല്ലേ, എനിക്ക് ഒരു മാർഗവും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇതെങ്ങാനും ശ്രുതി അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാ. ശ്രുതിയാണല്ലോ എനിക്ക് ഷോറൂം തുടങ്ങി തന്നത്, എന്നിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നറിഞ്ഞാൽ അവൾക്കത് സഹിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നീ നിന്റെ ഭാര്യയോട് പോയി പറയുന്നുണ്ട് ചന്ദ്രമതി. ഇത് കേട്ടിട്ടും സുധി വീണ്ടും പറയും, അങ്ങനെ പറയരുത്, എൻ്റെ മുമ്പിൽ വേറൊരു മാർഗവുമില്ല. രേവതിയുടെ ആഭരണങ്ങൾ അമ്മയുടെ കയ്യിലുണ്ടല്ലോ, എനിക്ക് അതെടുത്ത് തന്നാലും മതി എന്നിങ്ങനെ സുധി പറഞ്ഞപ്പോൾ, അതങ്ങനെ സച്ചി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കുകടാ. എന്നാൽ സുധി പറയും, ഇല്ല അമ്മേ, അവൻ അത് ഇപ്പോഴൊന്നും ചോദിക്കാൻ പോകുന്നില്ല. മാത്രമല്ല അവൾ വലിയ ശപഥമൊക്കെ ചെയ്തതല്ലേ, ഉറപ്പായിട്ടും അമ്മയോട് രേവതിയാണെങ്കിലും സച്ചിയാണെങ്കിലും സ്വർണ്ണാഭരണങ്ങളൊന്നും തിരികെ ചോദിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അമ്മ രേവതിയുടെ ആ ആഭരണങ്ങളൊക്കെ തൽക്കാലം എനിക്ക് എടുത്തതാ. എന്തായാലും സുധിയുടെ ഈ നിർബന്ധം സഹിക്കാൻ വയ്യാതെ ചന്ദ്രമതി രേവതിയുടെ ആ സ്വർണ്ണാഭരണങ്ങൾ സുധിക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മഞ്ഞ കവറിലാണ് കേട്ടോ ആഭരണം ഇട്ട് കൊടുക്കുന്നത്. അതേ സമയത്താണ് മറ്റൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. വേറൊന്നുമല്ല, രേവതിയും ഒരു മഞ്ഞ കവർ എടുത്തുകൊണ്ടാണ് മാർക്കറ്റിലേക്ക് മീൻ വാങ്ങിക്കാനായി പുറപ്പെടുന്നത്. ഒരു ഘട്ടത്തിൽ രേവതിയും സുധിയും ചന്ദ്രമതിയും നേരെ വരുന്നുണ്ട്. ചന്ദ്രമതിയുടെ കയ്യിലാണ് ആഭരണത്തിൻ്റെ കവറ്. നേരെ വരുന്ന രേവതിയെ തട്ടി ചന്ദ്രമതിയുടെ കവർ താഴെ വീണ് പോവുകയാണ്. അതുപോലെ രേവതിയുടെ മീനിൻ്റെ കവറും അതേ സമയത്ത് നിലത്ത് വീഴുന്നുണ്ട്. പക്ഷെ അത് തിരികെ എടുക്കുന്നത് പരസ്പരം മാറിയിട്ടാണ്. രേവതിയുടെ കയ്യിലെ സ്വർണത്തിൻ്റെ കവറും സുധിക്ക് മീനിൻ്റെ കവറും കിട്ടുന്നു. അങ്ങനെ സുധി കയ്യിൽ മീനിൻ്റെ കവറും ഒക്കെ ആയിട്ട് ജ്വല്ലറിയിലെത്തുമ്പോൾ എല്ലാവരും മീനിൻ്റെ മണം ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴാണ് തൻ്റെ കവർ തുറന്നു നോക്കുന്ന സുധി അതിൽ മുഴുവൻ മീനാണെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത്. ഇതേസമയം ചന്ദ്രമതിയാണെങ്കിൽ മീനാണെന്ന് കരുതി അടുക്കളയിൽ ഇരിക്കുന്ന കവർ തുറന്നു നോക്കുമ്പോൾ അതിൽ രേവതിയുടെ സ്വർണവും ഇരിക്കുന്നത് കാണുന്നു. അങ്ങനെ വെപ്രാളപ്പെട്ട് അത് പിന്നീട് എടുത്ത് മാറ്റുന്നുണ്ട് അവിടുന്ന്. പിന്നീട് അടുക്കളയിലെത്തുന്ന രേവതിയാണെങ്കിൽ മീൻ കാണാതെ എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, സച്ചിയോടൊക്കെ ചോദിക്കുന്നുണ്ട്, താൻ മേടിച്ചുകൊണ്ട് വന്ന് മീനിൻ്റെ കവർ കണ്ടോന്ന്. ചന്ദ്രമതിയോടും തിരക്കുമ്പോൾ ചന്ദ്രമതി രേവതിയോട് പറയുന്നുണ്ട്, അത് നിന്റെ മീൻ കവറൊന്നും അല്ലെന്ന്. അപ്പോഴേക്കും സുധി അങ്ങോട്ട് വരുന്നുണ്ട്. സുധിയുടെ കയ്യിലാണ് മീനുള്ള കവറെന്ന് മനസ്സിലാക്കുന്ന ചന്ദ്രമതി പെട്ടെന്നൊരു തന്ത്രം പ്രയോഗിക്കുന്നുണ്ട്. ഞാനേ ബ്ലൗസ് തയ്പ്പിക്കാനായിട്ട് അവൻ്റെ കയ്യിൽ ഈ കവർ കൊടുത്തു, അവൻ്റെ കയ്യിലായിരിക്കും മീൻ. രേവതിയാണെങ്കിലും മാറിപ്പോയതായിരിക്കുമെന്ന് കരുതിക്കൊണ്ട്
അതും വാങ്ങി അടുക്കളയിലോട്ട് പോകുന്നുണ്ട്. ശേഷം സുധിയോട് ചോദിക്കുന്നുണ്ട് ചന്ദ്രമതി, നീ എന്താടാ ഒരു ശ്രദ്ധയില്ലാതെ കൊണ്ടുപോയത്? സുധിയാണെങ്കിലും പറയും, അമ്മേ ഞാൻ ശ്രദ്ധിച്ചില്ല, അവിടെ എത്തിയപ്പോഴാണ് കണ്ടത്. എന്തായാലും ഞാനിനി സമയം കളയാതെ ഈ സ്വർണ്ണാഭരണങ്ങളും കൊണ്ട് പോട്ടെ എന്ന് പറഞ്ഞ് രേവതിയുടെ സ്വർണ്ണാഭരണങ്ങളും കൊണ്ട് സുധി വീണ്ടും വെച്ചു പിടിക്കുന്നുണ്ട് ജ്വല്ലറിയിലേക്ക്. തൽക്കാലം പണയം വയ്ക്കാമെന്നൊക്കെ ആദ്യം കരുതിയെങ്കിലും പൈസ അത്രയ്ക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ ആഭരണങ്ങളെല്ലാം, രേവതിയുടെ ആഭരണങ്ങളെല്ലാം വിൽക്കുന്നുണ്ട് സുധി. എന്നാൽ ചന്ദ്രമതി പണയം വയ്ക്കാനായിരുന്നു പറഞ്ഞത്. സുധിയാണെങ്കിൽ അത് മുഴുവനായിട്ടും വിൽക്കുന്നു. എന്നിട്ട് കൃത്യം 5 ലക്ഷം രൂപ എണ്ണി വാങ്ങിക്കുന്നു. ശ്രുതിയാണെങ്കിൽ ഉള്ള സത്യങ്ങളൊന്നും അറിയാതെ 5 ലക്ഷത്തിൻ്റെ സാധനങ്ങളൊക്കെ വിറ്റുപോയതല്ലേ, അതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ സ്വീറ്റ്സൊക്കെ ആയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. തൊട്ടു പിന്നാലെ ശ്രുതിയും വരുന്നുണ്ട്. 5 ലക്ഷത്തിൽ 4 ലക്ഷം രൂപ ഡീലേഴ്സിന് കൈമാറി കാണുമെന്നും ബാക്കി 1 ലക്ഷം രൂപ ശ്രുതിക്ക് ലാഭമായിട്ട് കിട്ടുമെന്നൊക്കെ ശ്രുതി എല്ലാവരോടും സന്തോഷത്തോടെ പറയുന്നുണ്ട്. നിങ്ങളെല്ലാവരും കൂടി എൻ്റെ ശ്രുതിയെ കളിയാക്കിയതല്ലായിരുന്നോ? ഇപ്പോൾ അതേ കണ്ടില്ലേ, കുറച്ച് നാളല്ലേ ആയിട്ടുള്ളൂ ബിസിനസ് തുടങ്ങിയിട്ട്. 1 ലക്ഷം രൂപയാണ് ഇന്നത്തെ ലാഭം. അതും പറഞ്ഞ ആ പൈസ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. രേവതിയുടെയും സച്ചിയുടെയും മുമ്പിലൊക്കെ ഒന്ന് ആളാവാൻ വേണ്ടി തന്നെയാണ് ശ്രുതി ഇങ്ങനെ ചെയ്യുന്നത്. ശ്രുതിക്കാണെങ്കിലും രേവതിയുടെ ആഭരണം എടുത്തിട്ട് വിറ്റിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്നുള്ളതിൻ്റെ ഒരു കുറ്റബോധവും ഇല്ലാതെയാണ് സംസാരം. അതുകൊണ്ട് തന്നെ വലിയ ഗമയിൽ രേവതിയോടും സച്ചിയോടും ഒക്കെ ഞാൻ ബിസിനസ്സൊക്കെ നടത്തി വലിയ ലക്ഷങ്ങളാണ് സമ്പാദിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. വലിയൊരു തട്ടിപ്പിൽ അകപ്പെട്ടിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്നുള്ള കാര്യം മാത്രം ആരും തൽക്കാലം അറിയുന്നില്ല. ശ്രുതിയാണെങ്കിലും അന്നത്തെ ദിവസം വളരെ സന്തോഷത്തിലാണ്. ശ്രുതി ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നുമല്ല, അത്യാവശ്യം ഉത്തരവാദിത്വമൊക്കെ ഏറ്റെടുത്തു തുടങ്ങി. അതുകൊണ്ട് തന്നെ ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഉറപ്പുണ്ട് ശ്രുതി, ഇനി നീ നല്ല നിലയിലെത്തും എന്നിങ്ങനെ. അതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം അച്ഛമ്മ രവിക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താടാ രവി, നീ എന്നെ മറന്നോ? ഇപ്പം നീയും നിന്റെ മക്കളൊന്നും എന്നെ വിളിക്കാറേ ഇല്ലല്ലോ. സച്ചിയാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് വിളിക്കും, രേവതിയും, ബാക്കി ആർക്കും എന്നെ വേണ്ടേ എന്നൊക്കെ പരിഭവത്തോടെ പറയുന്നത് കേട്ടിട്ട് രവീന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, ഞാൻ അമ്മയെ ഇന്നലെ വിളിച്ചതാണെന്ന്. പക്ഷെ അമ്മയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, നീ മറ്റന്നാളത്തെ കാര്യം മറന്നോന്ന്. അപ്പം രവീന്ദ്രൻ പറയും, എങ്ങനെ മറക്കാനാ അമ്മേ, എൻ്റെ അമ്മയുടെ പിറന്നാളല്ലേ, ഞാനതങ്ങനെ മറക്കുമോ? ഇത് നമുക്ക് നല്ല രീതിക്ക് തന്നെ ആഘോഷിക്കണം അമ്മേ. നമുക്കൊന്ന് കുടുംബക്ഷേത്രത്തിലേക്കൊക്കെ പോയിട്ട് ഉച്ചയ്ക്ക് ഒരു ഗംഭീര സദ്യ തന്നെ ഉണ്ടാക്കണം എന്നൊക്കെ രവീന്ദ്രൻ അച്ഛമ്മയോട് പറയുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ട് വരുന്ന ശ്രുതി തനിക്കിപ്പോൾ ലീവ് എടുത്തിട്ട് അങ്ങോട്ടൊന്നും വരാൻ പറ്റില്ലെന്ന് അറിയിക്കുകയാണ്. അച്ഛമ്മ പിന്നീട് സച്ചിക്ക് ഫോൺ കൊടുക്കാൻ പറയുന്നുണ്ട്. സച്ചി ചോദിക്കുന്നുണ്ട് അച്ഛമ്മയ്ക്ക് സുഖമാണോ എന്ന്. രേവതിയെപ്പറ്റി അച്ഛമ്മ തിരക്കുമ്പോൾ അച്ഛമ്മ പറഞ്ഞോ, സ്പീക്കറിലാണ് ഇട്ടിരിക്കുന്നത്, എല്ലാവരും ഇത് കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സച്ചി. എല്ലാവർക്കും ഓരോരോ തിരക്കുകളാണെന്ന് മനസ്സിലാക്കുന്ന അച്ഛമ്മ, അപ്പോൾ പിന്നെ എൻ്റെ പിറന്നാളിന് ആരും ഇങ്ങോട്ട് വരുന്നില്ല അല്ലേ, എല്ലാവർക്കും തിരക്കാണല്ലേ, രവി നീയെങ്കിലും വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തായാലും വരുമെന്ന് അറിയിക്കുന്നുണ്ട് രവീന്ദ്രൻ. അപ്പോഴാണ് സച്ചിക്ക് ഒരു ഐഡിയ തോന്നുന്നത്. സച്ചി പറയുന്നുണ്ട്, അച്ഛമ്മ ഇങ്ങോട്ട് വരാൻ, നമുക്ക് ഇവിടെ വെച്ച് എല്ലാവരും ഒത്ത് പിറന്നാൾ ആഘോഷിക്കാം. ചന്ദ്രമതി ഒഴികെ എല്ലാവർക്കും അതിന് താല്പര്യമാവുന്നുണ്ട്. രവീന്ദ്രനാണെങ്കിലും അച്ഛമ്മയോട് പറയും, സച്ചി പറഞ്ഞതുപോലെ അമ്മയുടെ പിറന്നാൾ നമുക്ക് ഇവിടെ ആഘോഷിക്കാം, അതുകൊണ്ട് അമ്മ ഇങ്ങോട്ട് വരാൻ. അങ്ങനെ അച്ഛമ്മയെ അത് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടി ഉണ്ടെന്ന് പറയും, അത് വേറൊന്നുമല്ല, എൻ്റെ പിറന്നാളിന് ഞാൻ അങ്ങോട്ട് വരുമ്പോൾ എൻ്റെ മനസ്സ് നിറയ്ക്കുന്ന ഒരു സമ്മാനം ആരാണോ തരുന്നത് അവർക്ക് എൻ്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഇതങ്ങോട്ട് കേൾക്കുന്നതും ചന്ദ്രമതിക്കും ശ്രുതിക്കും ഒക്കെ മുഖത്തൊരു 100 വാൾട്ടിൻ്റെ ബൾബ് കത്തിയ ഫീലായിരിക്കും. എങ്ങനെയെങ്കിലും ആ സമ്മാനം അടിച്ചെടുക്കണം എന്നായിരിക്കും കേട്ടോ ചന്ദ്രയുടെയും ശ്രുതിയുടെയും മനസ്സിൽ. പിന്നീട് ചന്ദ്രയും ശ്രുതിയും ശ്രീകാന്തും വർഷയും ഒക്കെ ആലോചിക്കുന്നുണ്ട്, അച്ഛമ്മ എന്ത് ഗിഫ്റ്റായിരിക്കും നമുക്ക് തരാൻ പോകുന്നതെന്ന് ഓർത്തിട്ട്. എന്തായാലും നിൻ്റെ അച്ഛമ്മ പൊളിയാ കണ്ടോ, എല്ലാവർക്കും ഇടയിലും ഒരു മത്സരം വെച്ചിട്ടല്ലേ ഫോൺ കട്ടിയത്. എന്തായാലും ഈ ഗിഫ്റ്റ് ഞാൻ വേറെ ആർക്കും വിട്ടുകൊടുക്കില്ല, അത് എനിക്ക് തന്നെ ഉള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി നേരെ ഭാമയുടെ വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ ഭാമയും ഒത്ത് അച്ഛമ്മയെ സന്തോഷിപ്പിക്കാൻ അവർക്ക് എന്ത് ഗിഫ്റ്റാണ് കൊടുക്കുക എന്നിങ്ങനെ ആലോചിക്കുന്ന സമയത്താണ് ഭാമയുടെ വീട്ടിൽ ഭാമയുടെ മകൻ്റെ റൂമിൽ ഒരു വർക്ക് ചെയ്യാത്ത TV ഇരിക്കുന്നത് ചന്ദ്രമതി കാണുന്നത്. അത് തട്ടിക്കുടഞ്ഞെടുക്കുന്നുണ്ട്. ഒരുപാട് നാളായി ഇത് വർക്ക് ചെയ്യിച്ചിട്ടെന്നും ഓണാവുമോ എന്ന് പോലും അറിയില്ലെന്നും ഭാമ പറയുന്നുണ്ടെങ്കിലും ചന്ദ്രമതി അതെടുത്ത് ഒരു പെട്ടിയിലാക്കിയിട്ട് അച്ചമ്മയ്ക്ക് കൊടുക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. സച്ചിക്കാണെങ്കിൽ വലിയ ആഗ്രഹമായിരിക്കും അച്ചമ്മയ്ക്ക് ഒരു സ്വർണ്ണമാല തന്നെ വാങ്ങിച്ചു കൊടുക്കാൻ. അക്കാര്യം രേവതിയോടും പറയുന്നുണ്ട് കേട്ടോ. സച്ചിയുടെ ആ താല്പര്യത്തിന് കൂട്ടു നിൽക്കുന്നുണ്ട് രേവതിയും. സച്ചി പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ അതിന് മാത്രം ക്യാഷൊന്നുമില്ല, എന്നാലും ഞാൻ നോക്കട്ടെ, എവിടെന്നെങ്കിലും കിട്ടുവാണെങ്കിൽ അച്ചമ്മയ്ക്കൊരു മാല വാങ്ങി കൊടുക്കാം. അങ്ങനെ പൈസയ്ക്ക് വേണ്ടി പലയിടത്തും പോയി അന്വേഷിക്കുന്നുണ്ട് നമ്മുടെ സച്ചി.
വണ്ടിയുടെ ബുക്കും പേപ്പറും ഒക്കെ വെച്ച് പൈസ ചോദിക്കുന്നുണ്ട്. പക്ഷെ എവിടെ നിന്നും കിട്ടില്ല. ഈ കാര്യങ്ങളെല്ലാം രേവതിയുടെ അടുത്ത് എന്ന് പറയുമ്പോൾ സച്ചിയുടെ ഈ ഒരു ആഗ്രഹം മനസ്സിലാക്കുന്ന രേവതിയാണെങ്കിൽ സച്ചിയോട് പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ ആഭരണങ്ങളെല്ലാം അമ്മയുടെ കയ്യിലില്ലേ, നമുക്കത് അമ്മയോട് ചോദിച്ച് മേടിക്കാമെന്ന്. സച്ചിക്ക് ആദ്യമൊന്നും അതിന് താല്പര്യമാകുന്നില്ല. നീയല്ലേ പറഞ്ഞത് നിനക്കിനി ആഭരണങ്ങളൊന്നും വേണ്ടെന്ന്. അപ്പോൾ രേവതി പറയും, എനിക്കല്ലല്ലോ, അച്ചമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയല്ലേ. അതുകൊണ്ട് സച്ചിയേട്ടൻ അച്ഛൻ്റെ അടുത്ത് പോയി ചോദിക്കാൻ പറയുകയാണ് രേവതി. ശേഷം രവീന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. സച്ചി തന്നെയാണ് രവീന്ദ്രൻ്റെ അടുത്ത് കാര്യം അവതരിപ്പിക്കുന്നത്. രേവതിയുടെ ആഭരണങ്ങൾ ഇപ്പം അമ്മയുടെ കയ്യിലാണല്ലോ ഉള്ളത്. ആ ആഭരണങ്ങൾ ഇപ്പോൾ ഒന്ന് വേണമായിരുന്നെന്ന് പറയുമ്പോൾ, നിങ്ങളുടെ ആഭരണമല്ലേ അത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാം. പക്ഷെ ചന്ദ്രയാണല്ലോ അത് എടുത്തു വച്ചിരിക്കുന്നത്. അവൾ അമ്മയുടെ വീട്ടിൽ പോയിരിക്കല്ലേ, അവൾ ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞ് ആഭരണങ്ങൾ നിനക്ക് എടുത്തു തരാമെന്ന് പറയുകയാണ് രവീന്ദ്രൻ. എന്നാൽ ഇവരുടെ ഈ സംസാരമെല്ലാം സുധി കേൾക്കുന്നുണ്ടായിരിക്കും കേട്ടോ. സുധി ശരിക്കും പേടിക്കുന്നുണ്ട്. തന്നെ അവിടുന്ന് വേഗം വണ്ടി എടുത്ത് പോകുന്നുണ്ട്. ചന്ദ്രമതി പോയിരിക്കുന്നത് ഭാമയുടെ വീട്ടിലേക്കാണല്ലോ. അപ്പോൾ ഭാമയുടെ വീട്ടിലെത്തി സുധി കാര്യങ്ങളെല്ലാം ചന്ദ്രയോട് പറയും. ചന്ദ്രമതിയാണെങ്കിൽ ഇത് കേൾക്കുന്നതും ആകെ ഞെട്ടിപ്പോകുന്നു. വേഗം പോയിട്ട് എൻ്റെ ആഭരണങ്ങളെല്ലാം തിരിച്ചെടുക്കാൻ പറയുന്ന സമയത്ത് താനത് പണയം വിൽക്കുകയായിരുന്നു ചെയ്തതെന്നുള്ള കാര്യം സുധി അറിയിക്കുകയാണ് ചന്ദ്രമതിയെ. ഇത് കേട്ട് ഷോക്കായി നിൽക്കുന്നുണ്ട് ചന്ദ്രമതി. എന്നിട്ട് പറയുന്നുണ്ട്, എടാ പൊട്ട, നീ എന്താടാ ഇങ്ങനെയായി പോയത്? സച്ചി അറിഞ്ഞാൽ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. അപ്പോൾ സുധി തന്നെ ഒരു മാർഗം പറയുകയാണ്. ഞാൻ രേവതിയുടെ ആഭരണത്തിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു വച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അത് കാണിച്ചിട്ട് അതുപോലുള്ള മുക്കുവണ്ട ഉണ്ടാക്കിയാലോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രമതിയാണെങ്കിലും തൽക്കാലം മുക്കുവണ്ട ഉണ്ടാക്കി വെക്കാം, പിന്നീട് സ്വർണ്ണം ഉണ്ടാക്കി കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ ഫോട്ടോയിൽ കാണുന്ന പോലത്തെ മുക്കാഭരണങ്ങളൊക്കെ മേടിച്ച് വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട്. ബാഗിൽ വെച്ച് ഉള്ളിലോട്ട് ചെല്ലുന്ന സമയത്ത് രവീന്ദ്രൻ പറയുന്നുണ്ട്, നീ ആഭരണങ്ങൾ രേവതിക്ക് എടുത്ത് കൊടുക്കാൻ. അവർക്കത് എന്തോ ആവശ്യത്തിന് വേണമെന്നാണ് പറയുന്നത്. അങ്ങനെ ചന്ദ്രമതിയാണെങ്കിലും ആ മുക്കുവണ്ടം എടുത്ത് രേവതിക്ക് കൊടുക്കുന്നുണ്ട്. പിന്നീടൊന്നും ആലോചിക്കാതെ സച്ചിയും രേവതിയും അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ചന്ദ്രയാണെങ്കിൽ രവീന്ദ്രനോട് ചോദിക്കുന്നുണ്ട് അവർ പോയതിനു ശേഷം അവരെങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുകയെന്ന്. അത് അവർക്കല്ലേ അറിയൂ. ചന്ദ്രയാണെങ്കിൽ ശരിക്കും ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഏതായാലും ജ്വല്ലറിയിൽ പോയി ആഭരണം മാറ്റുമ്പോഴായിരിക്കും കേട്ടോ അത് സ്വർണ്ണമല്ല മുക്കാണെന്നുള്ള യാഥാർത്ഥ്യം സച്ചി തിരിച്ചറിയുന്നത്. ഇതറിയുന്ന സച്ചി പാഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്.